എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിതിഷ ചന്ദ്രു. അപ്പോൾ അപ്സര ബിബി ഹൗസിൽ നിന്നും എവിക്റ്റഡ് ആയിരിക്കുകയാണ്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ സേഫ് ഗെയിമേഴ്സിൻ്റെ ഇടയിൽ കിടന്ന് ബലിയാടായിട്ട് എവിക്റ്റഡ് ആയിരിക്കുകയാണ് അപ്സര. അപ്പോൾ നമുക്കറിയാം, മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ സപ്പോർട്ടേഴ്സ് ആണെങ്കിൽ കൂടെ സമ്മതിച്ചൊരു കാര്യമാണ് അപ്സരയുടേത്. കാരണം വളരെ ജെന്യൂനായിട്ട് റിയലായിട്ട് നിന്നൊരു വ്യക്തിയാണ്. അതിപ്പോൾ ഒരു ഗെയിമിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഗെയിമിൻ്റെ റിവ്യൂ ഇൻസൈഡ് ഹൗസ് പറയുന്ന കാര്യത്തിലാണെങ്കിലും, ഒരു ജഡ്ജായിട്ട് നിൽക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെയും വളരെ റിയലായിട്ട് നിന്ന ഒരു, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാതെ വളരെ റിയലായിട്ട് നിന്ന് ചുരുക്കം ചില ആളുകളിൽ മുന്നിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ് അപ്സര. ഇനിയിപ്പോൾ ജാസ്മിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ജാസ്മിൻ്റെ ഗെയിമിനെ ഗെയിമായി കണ്ട് ഗെയിമിനെ വിലയിരുത്തിക്കൊണ്ട് സപ്പോർട്ട് ചെയ്ത, അല്ലെങ്കിൽ ഉള്ളിൽ ഓപ്പോസ് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്ത ഒരു വ്യക്തിയാണ് അപ്സര. അപ്സരയുടെ ഇപ്പോഴത്തെ എവിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഷോക്കിംഗ് തന്നെയാണ്. ടോപ്പ് 5 നമ്മളെല്ലാവരും പ്രിഡിക്റ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അപ്സര. ഇപ്പോൾ അപ്സരയുടെ ആ ഒരു ജെന്യൂനിറ്റി മനസ്സിലാവുന്നൊരു കാര്യം, വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ആൾ പുറത്ത് വന്ന് കഴിഞ്ഞിട്ടും പറഞ്ഞ ടോപ്പ് 2 ലിസ്റ്റിൽ നമ്മുടെ ജാസ്മിനുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഉള്ളിൽ അത്രയും റിയലായിട്ട് നിന്നൊരു വ്യക്തി, അത്രയും അടുത്ത് അറിഞ്ഞ ആളാണ്. ജാസ്മിനൊക്കെ അത്രയും അടുത്ത് അറിഞ്ഞ ആളാണ് അപ്സര. അങ്ങനെയുള്ളൊരു വ്യക്തി പറയുന്ന വാക്കുകൾക്ക് നമ്മൾ ഏറെ മൂല്യം, ഏറെ വാല്യൂ കൊടുക്കണം. അതുപോലെ തന്നെ പുറത്ത് PR ടീംസ് പൊക്കിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ ജിൻഡപ്പൻ, അവരുടെ യഥാർത്ഥ ഗെയിമിനെ പറ്റിയും ആൾ നല്ല രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട്. കാരണം ടോപ്പ് 5 പോലും എനിക്ക് തോന്നുന്നില്ല അപ്സര ജിൻഡയുടെ പേര് പറയുന്നുള്ളത്. എനിവേ, അത്രയും റിയലായിട്ട് നിന്നൊരു വ്യക്തി, അത്രയും ജെന്യൂനായിട്ട് പറയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അപ്സരയുടെ ആ ഒരു അഭിപ്രായത്തോട് നമ്മൾ തീർച്ചയായും യോജിക്കണം. കാരണം അടുത്ത് നിന്ന് ഇത്രയും ദിവസം അവരുടെ ഗെയിം ഏത് രീതിയിലാണ്, എത്രത്തോളം ജെന്യൂനാണ് ആൾക്കാർ എന്നുള്ളത് ശരിയായിട്ട് വിലയിരുത്തൽ നടത്തിയൊരു വ്യക്തിയാണ് അപ്സര. എനിവേ, അപ്സര ഇന്നലെ ലാലേട്ടൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ബിഗ് ബോസ് വേദി ആയിരിക്കട്ടെ അപ്സരയുടെ ആഗ്രഹം പോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു നല്ലൊരു തുടക്കം, അല്ലെങ്കിൽ വിജയത്തിലേക്കുള്ള പാത എന്ന് പറയുന്നത് നമ്മുടെ ബിബി ഹൗസിൻ്റെ വേദി തന്നെയായിരിക്കട്ടെ എന്ന് എല്ലാവിധത്തിലും ഞങ്ങൾ ആശംസിക്കുകയാണ്. ആൻഡ് ഭാവി ജീവിതത്തിലാവട്ടെ ഇതേ ജെന്യൂനിറ്റിയോടുകൂടി തന്നെ അപ്സരയ്ക്ക് മുന്നേറാൻ കഴിയട്ടെ. ഞങ്ങൾ ജാസ്മിൻ സപ്പോർട്ടേഴ്സിൻ്റെ എല്ലാ ആശംസകളും നേർന്നു. താങ്ക് യു.